അപ്പോൾ ഇന്ന് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ദേവാലയത്തിൽ ഈശോ വളരെ പരുഷമായിട്ട് അവിടുത്തെ ജനവിഭാഗങ്ങളോട് പെരുമാറുന്ന ഒരു രീതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പരുഷം എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി പെസഹ തിരുനാൾ ഇങ്ങനെ നടക്കണം ജെറുസലേമിൽ. അപ്പോൾ ജെറുസലേം ദേവാലയത്തിലേക്ക് ഈശോയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടിയിട്ട് പെരുന്നാൾ കൂടാൻ പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം, പെരുന്നാൾ കൂടുകയും ചെയ്യും. ഇപ്പോൾ നമ്മളും പെരുന്നാളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഓടിച്ചെല്ലും, പെരുന്നാൾ കൂടും, അതടച്ച പെരുന്നാൾ കൂടും, അതുപോലെ തന്നെ പ്രാർത്ഥിക്കാനൊക്കെ പോകും. അപ്പോൾ അതുപോലെ ഈശോയും ഈശോയുടെ കൂട്ടുകാരും ഇട്ട് ജെറുസലേമിൽ പെരുന്നാളിന് പോയി. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം യേശുവിന് ഭയങ്കര സങ്കടമായി. കാരണം ഈ പള്ളിക്കകത്ത് മുഴുവൻ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുക. പള്ളിക്ക് പുറത്തല്ല കച്ചവടക്കാർ നിൽക്കുന്നത്, പള്ളിക്കകത്ത്. അപ്പോൾ അന്നേരം ഇപ്പം നീ എവിടെ ശ്രദ്ധിച്ചിരിക്കണേ? അപ്പോൾ അവിടെ ദേവാലയത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വലിയ ചന്തയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഒരു ചന്ത നടക്കണം എന്നാണ് തോന്നിയത് പള്ളിക്കകത്ത്. അപ്പോൾ പള്ളി എന്താണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടാണ്. അവിടെ ഒരു ചന്തപ്പര കൊണ്ടുപോയി വെച്ച് ശരിയാവുമോ? ഇല്ല. അപ്പോൾ യേശു എന്ത് ചെയ്തു, ദേവാലയത്തിലേക്ക് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആടുമാടുകൾ വിൽക്കുന്നവർ, അതുപോലെ പ്രാവുകൾ വിൽക്കുന്നവർ, ഇവരൊക്കെയാണ് കാണുന്നത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, പിന്നെ പണവ്യാപാരികൾ, അവരുടെ തട്ടിപ്പുകൾ, അതൊക്കെയാണ് അവിടെ കണ്ടത്. അപ്പോൾ യേശു എന്ത് ചെയ്തു, അത് യേശുവിനെ കണ്ടിട്ട് സഹിക്കാനായില്ല. കാരണം ദേവാലയം എന്നുള്ളത് ദൈവം വസിക്കുന്നൊരു സ്ഥലമാണ്. അപ്പോൾ യേശു എന്ത് ചെയ്തു, ഒരു കയറെടുത്തിട്ട് ചാട്ടവാർ പോലെ ഉണ്ടാക്കിയിട്ട് ആ ചാട്ടവാറിൻ്റെ ഇവരൊക്കെ അടിച്ചോടിക്കാനായിട്ട് ഒരുങ്ങി. കുറേ പേരെ അങ്ങ് അടിച്ചോടിക്കുകയാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ ഞെട്ടിപ്പോയി. കാരണം ഈ ക്രിസ്തുവിൻ്റെ ഈ പെരുമാറ്റം കണ്ടിട്ട്, കാരണം അത്രയും നാളും കണ്ട ക്രിസ്തുവിൻ്റെ ഒരു മുഖമല്ല അവർ കണ്ടത്. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് ഇങ്ങനെ നോക്കിയപ്പോൾ ആ തീഷ്ണത അത് കണ്ടു കഴിഞ്ഞപ്പോൾ ആർക്കും അദ്ദേഹത്തിനെ എതിർത്ത് സംസാരിക്കാനായില്ല. അവരെല്ലാവരും അവരവരുടെ സാധനം കൊണ്ട് പുറത്തേക്ക് ഓടാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു, ക്രിസ്തു എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രാവുകളൊക്കെ പറപ്പിച്ച് കളഞ്ഞു. അതുപോലെ തന്നെ ഈ നായത്തൊട്ടുകാരുടെ മേശകളൊക്കെ വലിച്ച് നിലത്തേക്ക് ഇട്ടു, തട്ടിമറിച്ചിട്ടു. എന്നിട്ട് പറഞ്ഞു, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്. അത് ഭയങ്കര ഗാംഭീര്യത്തോടു കൂടി പറയണേ, ഇതെൻ്റെ പിതാവിൻ്റെ ഭവനമാണ്, ഇത് കള്ളന്മാരുടെ ഗുഹയല്ല എന്ന് ആരോട് പറയണേ? ഈ നിൽക്കുന്നവരോടൊക്കെ പറയണേ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ അധികാരം കണ്ടിട്ട് പുരോഹിതന്മാർ അദ്ദേഹത്തോട് ദേഷ്യത്തോട് ചോദിച്ചു, നിനക്ക് എന്താ അധികാരം ഇവിടെ ഉള്ളത്? ഈ പള്ളിയിൽ സാധാരണ എല്ലാവരും വരുന്നു, നിനക്ക് എന്ത് മാത്രം എന്താ ഇത്ര പ്രത്യേകത എന്നുള്ള നിലയിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം വളരെ ശാന്തനായിട്ട് പറഞ്ഞു, ഇത് എൻ്റെ ഭവനമാണ്, നിങ്ങളിത് നശിപ്പിക്കുക, 3 ദിവസം കൊണ്ട് ഞാൻ ഇത് പണിതുയർത്തി തരാം എന്ന് പറഞ്ഞു. അപ്പോൾ അവിടുത്തെ ഒരു യഹൂദ പുരോഹിതന്മാരിൽ ഒരാൾ വിളിച്ചിട്ട് പറഞ്ഞു, ഉച്ചത്തിൽ ചോദിക്കുകയാണ്, 40 കൊല്ലം കൊണ്ട് പണിതെടുത്ത ഒരു ദേവാലയമാണിത്, ജെറുസലേം ദേവാലയം. ആ ദേവാലയം തട്ടിമറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പണിതുയർത്തിയിട്ട് ഈ ദേവാലയം ശിഥിലമാക്കിയിട്ടത് 3-ാം ദിവസം പണിതുയർത്തി തരാമെന്ന് പറയുന്നത് എന്ത് വിഡ്ഢിത്താടാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ യേശു പറഞ്ഞത് ആരെക്കുറിച്ചിട്ടാണ്? തന്നെക്കുറിച്ച് തന്നെയാണ്. കാരണം യേശു മരിച്ചിട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് യേശു പറഞ്ഞത്, എന്ത്, എൻ്റെ ദേവാലയം നിങ്ങൾ നശിപ്പിച്ചോ, പക്ഷേ 3-ാം ദിവസം ഞാനത് പണിതുയർത്തും എന്ന് പറഞ്ഞത്. അപ്പോൾ യേശു മരിച്ചതിന് ശേഷമാണ് അത് ആർക്ക് മനസ്സിലായത്? ശിഷ്യന്മാർക്ക് ജെറുസലേം ദേവാലയത്തിനെ കുറിച്ചാണ് യേശു അന്ന് പറഞ്ഞത് എന്ന് മനസ്സിലായോ? അപ്പോൾ ഇന്നത്തെ ഇത് ഇവിടെ അവസാനിച്ചു. ഇന്ന് മര്യാദയ്ക്ക് നോക്കുന്നു.